CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ താക്കീത്. മൈക്ക് കാണുമ്പോൾ എന്തും വിളിച്ചു പറയരുതെന്ന് വിമർശനം. RSS ബന്ധ വിവാദത്തിലാണ് പരോക്ഷ വിമർശനം. റഹീസ് റഷീദിന്റെ കൂടുതൽ വിവരങ്ങളുമായി. റഹീസ് റഷീദ്, സെക്രട്ടേറിയറ്റിലാണോ ഈ താക്കീത് നൽകിയത്? എന്താണ് സംഭവിച്ചത്? റഹീസ് റഷീദ്. അരുൺ, ഇന്ന് CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളും 14 ജില്ലയിലെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളും പങ്കെടുക്കുന്ന ഒരു യോഗം AKG സെന്ററിൽ ചേർന്നിരുന്നു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളുടെ ഭാഗമായിട്ടുള്ള ഒരു യോഗമായിരുന്നു ഇത്. ആ യോഗത്തിൽ പ്രസംഗിക്കുമ്പോഴാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ MV ഗോവിന്ദന് പരോക്ഷമായി വിമർശിക്കുന്ന തരത്തിലുള്ള വാക്കുകൾ പറഞ്ഞത്. മൈക്ക് കാണുമ്പോൾ എന്തും വിളിച്ചു പറയുന്ന ഒരു അവസ്ഥ നമ്മുടെ നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. അത് ഒരിക്കലും ഉണ്ടാകരുത്. എന്തും വിളിച്ചു പറയുന്നത് എല്ലാവരും അവസാനിപ്പിക്കുന്നതാണ് പാർട്ടിക്കും നല്ലത് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. നമുക്കറിയാം, ഈ അടുത്ത ദിവസങ്ങളിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ അവസാന ദിവസമാണ് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ RSS-ഉമായി കൂടിച്ചേർന്നിട്ടുണ്ട്, അടിയന്തരാവസ്ഥ കാലത്തിൽ CPM എന്ന കാര്യം പറഞ്ഞത്. പിന്നീട് അദ്ദേഹം തിരുത്തുകയും ചെയ്തു. അത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ അവസാന ദിവസങ്ങളിൽ വലിയ തിരിച്ചടിയായി എന്ന ഒരു വിലയിരുത്തൽ കൂടി പാർട്ടിക്കുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി താക്കീത് നൽകിയത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും മുഖ്യമന്ത്രി പറഞ്ഞതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, ജയമോ തോൽവിയോ നിലമ്പൂരിൽ സംഭവിച്ചാൽ അത് CPIM ഒരു പ്രശ്നമായി കാണുന്നില്ല. പരമ്പരാഗതമായ UDF മണ്ഡലമാണ് നിലമ്പൂർ എന്ന് അവിടെ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട നേതാക്കളെ മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു. ഒരു വിവാദവുമില്ലാതെ CPM-ന് അവിടെ പ്രചരണം നടത്താൻ കഴിഞ്ഞു. ഒപ്പം മതനിരപേക്ഷ കൂട്ടായ്മയെ ഒപ്പം നിർത്താൻ പറ്റി. ജമാഅത്തെ ഇസ്ലാമി പോലുള്ള സംഘടനകളെ വെളിച്ചത്ത് കൊണ്ടുവരാൻ പറ്റി. അത് രാഷ്ട്രീയമായി നേട്ടമാണ് എന്നും പിണറായി വിജയൻ പറഞ്ഞു. അരുൺ, താങ്ക് യു. റഹീസ് റഷീദാണ് വിവരങ്ങൾ നൽകിയത്.